ഇതിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേക വ്യോമസേന വിമാനത്തിൽ എത്തിക്കും. നേരത്തെ 8:30 എത്തിക്കുമെന്നുള്ളതായിരുന്നു വിവരം. പക്ഷേ അതിലൊരു മാറ്റമുണ്ട്. 10:30 വിമാനം ലാൻഡ് ചെയ്യുക എന്നുള്ള അറിയിപ്പാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. കേരളത്തിൽ നിന്നുള്ള മരിച്ചവർക്ക് ഒപ്പം തന്നെ തമിഴ്നാട്, കർണാടക സ്വദേശികളുടെ മൃതദേഹങ്ങളും കൊച്ചിയിലായിരിക്കും എത്തിക്കുക. അവിടെ നിന്ന് പോലീസ് അകമ്പടിയോടെ തന്നെ തമിഴ്നാട്ടിലേക്കും കർണാടക എത്തിക്കും, ഓരോ വീടുകളിലേക്ക്. KV ബൈജു കൂടി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു വെള്ളിയാണ്. മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിലേക്ക് അല്പസമയത്തിനകം എത്തും. അവിടെ കാസർഗോഡ് ഒരുക്കങ്ങൾ എന്തൊക്കെയായി ബൈജു? ഈ ബന്ധുക്കൾ കൊച്ചിയിലേക്ക് പോന്നിട്ടുണ്ടോ? തീർച്ചയായും എൽദോ, ഒരു കുടുംബത്തിന്റെ അത്താണിയാകേണ്ടവരുടെ ചേതനേറ്റ ശരീരമാണ് നാട്ടിലേക്ക് എത്തുന്നത്. ഒരു നാട് ഒന്നാകെ ഈ അവസാനമായി ഒരു ഇരുവരെയും നോക്കുക കാണാൻ ഇത്തരത്തിൽ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡുള്ളത്. രഞ്ജിത്തിന്റെ കുണ്ടെടുക്കുന്ന വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുകൊണ്ട് തന്നെ മൃതദേഹം നേരെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. രഞ്ജിത്തിന്റെ സഹോദരൻ വിദേശത്തായിരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട്. 2 സഹോദരങ്ങളാണ് രഞ്ജിത്തിനുള്ളത്. 1.5 വർഷം മുൻപാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ പുതിയ വീട് വെച്ച് അതിന്റെ പാൽ കാച്ചൽ ചടങ്ങിനായി എത്തിയിരുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷകളോടെ ആണ് ഇത്തരത്തിൽ 10 വർഷമായി പ്രവാസ ലോകത്തിൽ ഇത്തരത്തിൽ ജീവിതം നയിക്കുന്നുണ്ടായിരുന്നത് രഞ്ജിത്ത്. ആ കുടുംബത്തിന്റെ തന്നെ ഒരു അത്താണിയാണ്. കാരണം അച്ഛൻ രോഗാവസ്ഥയിലുള്ള ആളാണ്. അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാത്ത ഒരു സാഹചര്യമാണ്. ഈ രഞ്ജിത്തിന്റെ വരുമാനവും സഹോദരന്റെ വരുമാനവും കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം കാലിക്കടവിലാണ്, ദേശീയപാതയിൽ അടുത്തുള്ള കാലിക്കടവിലാണ് പൊതുദർശനത്തിന് ആദ്യം വെക്കുക. പിന്നീട് തെക്കുംപാട് പോവും. തെക്കുംപാട് പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലെത്തി മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കി കാലിക്കടവ് പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. MLA-മാർ, MP ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടർ ഇമ്പശേഖരൻ ഇവിടെ എത്തുന്നറിയുന്നു. ഈ കുഞ്ഞിക്കേളു 25 വർഷമായി ഇത്തരത്തിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പുതിയ വീട് ഇളമ്പച്ചിയിൽ പണിതത്. ആ വീടിന്റെ ചടങ്ങുകൾക്കുമായി എത്തിയിരുന്നു. പ്രവാസ ലോകം അവസാനിപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു കുഞ്ഞിക്കേളു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുന്നത്. ഏതായാലും വലിയ ദുഃഖാർത്ഥമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇരുവരുടെയും വീടുകളിലും. ഈ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും ഒത്തുചേരുന്ന ഒരു സാഹചര്യം. അവസാനമായി ഒരു നോക്ക് കാണാൻ ഇത്തരത്തിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. എൽദോ, സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും KV ബൈജുവാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.